ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2026 ജൂലൈ എത്തിക്കഴിഞ്ഞു. ഇനി ജൂലൈ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നല്ലതുപോലെ നമുക്ക് വിളവൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് നന്നായിരിക്കണം. വിത്ത് നന്നായാൽ മാത്രം പോരാ, മണ്ണ് നന്നായിരിക്കണം. വിത്തും മണ്ണും നന്നായാൽ കാലാവസ്ഥ നന്നായിരിക്കണം. പിന്നെ ഇത് മൂന്നും നന്നായാൽ നല്ല പരിചരണം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കൃഷിയൊക്കെ നന്നാവുകയുള്ളൂ, അതിൽ നിന്ന് നല്ല ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ജൂലൈ മാസം കൃഷി ചെയ്യാൻ പറ്റിയതെന്ന് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റായ www.minislifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വെറൈറ്റി വിത്തുകളും അതേപോലെ തന്നെ കോംബോ വിത്തുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രോ ബാഗ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ നമുക്ക് ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയത് പയർവർഗ്ഗങ്ങളാണ്. പയർവർഗ്ഗം നമുക്ക് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം. അപ്പം കുറേ വെറൈറ്റി പയർ ഇനങ്ങളുണ്ട്. അപ്പം അതിലേതെങ്കിലുമൊക്കെ നടുവാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പയറൊക്കെ കൂടെ നട്ട് കഴിഞ്ഞാൽ ഇപ്പം മഴ പരുവാണെന്നുണ്ടെങ്കിൽ 2 പരുവമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ണൊക്കെ തറഞ്ഞു പോയിട്ട് അതിന് വേര് ഒന്നും ഓടാൻ പറ്റാതെ വല്ലാത്ത എങ്ങനെ സ്ട്രക്കായിട്ടങ്ങ് ഇരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്നും അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് എല്ലാ പച്ചക്കറികളും നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് തഴച്ചു കയറി വന്നോളും. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വെണ്ട കൃഷിയാണ്. വെണ്ട കൃഷി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു 9 ടൈപ്പ് വെണ്ടയ്ക്ക ഈ പ്രാവശ്യം നട്ടേക്കാണ്. അപ്പം എനിക്ക് തോന്നി ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് പണ കോരി, ആ പണയൊക്കെ നേരത്തെ ഉള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ 9 ടൈപ്പിലെ വെണ്ടയ്ക്ക ഇങ്ങനെ നട്ട് അതിങ്ങനെ ഒന്ന് വളർന്നു വരുന്നതൊക്കെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പം അതിനും ഇതേപോലെ ഈ പറഞ്ഞ മാതിരി പയറിന് പറഞ്ഞതുപോലെ 2 ആയപ്പോഴത്തേക്കും മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. 2 ഇങ്ങനെ നമ്മുടെ വെണ്ട എല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ മണ്ണ് തെറിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെല്ലാം പോയിട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. കാരണം ഇത് പിന്നെ ഈ 2 ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിന് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് മണ്ണൊക്കെ അങ്ങ് തറഞ്ഞു പോയിട്ട് അതിനെ അവിടെ നിൽക്കാൻ മേത്തൊരു കണ്ടീഷനാവും. അതേപോലെ തന്നെ അവരുടെ വേരുകൾക്ക് ഒരു ശക്തിയില്ലാതെ അവർ വാടി തളർന്ന് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് സ്വല്പം ജൈവ സ്ലറി വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടൊക്കെ അവർക്ക് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ ടപ്പേ നിന്നും വളർന്ന് വന്നോളും. അപ്പം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വഴുതന കൃഷിയാണ്. വഴുതന കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ചിലർക്കൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്, ചിലർക്ക് നന്നായിട്ട് പിടിക്കാറുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ പഴയ വഴുതന തന്നെയാണെന്നുണ്ടെങ്കിലും അവരെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്തപ്പോഴത്തേക്ക് വീണ്ടും ഉഷാറായിട്ട് കുറേ വഴുതനകൾ ഇങ്ങനെ ഇഷ്ടം പോലെയാണ് പിടിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ വളപ്രയോഗ രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോഴിവളമോ ചാണകമോ എന്തെങ്കിലും നിങ്ങളുടെ കൈവശം കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മണ്ണൊക്കെ കയറ്റി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ നിൽക്കുന്നതായ മുളകിനെയായാലും വഴുതനയായാലും വെണ്ടയ്ക്കയായാലും പയറൊക്കെ ആയാലും നമുക്കതിനെ ഒന്നുകൂടെ ഉഷാറാക്കി എടുത്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. പച്ചമുളകിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് എപ്പോഴും അത്യാവശ്യം വേണ്ടതാണ് പച്ചമുളക്. അപ്പോൾ എന്തായാലും ഒരു 4-5 പച്ചമുളകെങ്കിലും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ വിഷമില്ലാത്ത പച്ചമുളക് അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം വെറൈറ്റി ആയിട്ടുള്ളത് നടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ നടാം. അതല്ല പച്ചക്കറി മുളക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നടാം. ഇപ്പം പച്ചക്കറി മുളക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കാൻ വാങ്ങിക്കുന്നതായ പച്ചക്കറി മുളകിൽ നിന്ന് 1-2 പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ വിത്തുകൾ പാകി നടാം. അതല്ല നിങ്ങൾക്ക് വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ പടർന്ന് കയറി പോകുന്നതായ നമ്മുടെ പടവലം, പാവൽ ഇതൊക്കെ നമുക്ക് നടാം. അതുപോലെ തന്നെ കുമ്പളമൊക്കെ അത്യാവശ്യമായിട്ട് നട്ടുപിടിപ്പിക്കേണ്ടതാണ്. വെള്ളരി ഇതൊക്കെ നമുക്ക് ഓണകാലത്തേക്ക് അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളാണ് ഈ കുമ്പളം, വെള്ളരി, മത്തന് ഒക്കെ എന്ന് പറയുന്നത്. അപ്പം ചുരയ്ക്ക ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. മഴയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാലേ അപ്പം മഴയാണ്, നല്ല തണുപ്പാണ്, ഉറങ്ങാൻ നല്ല സുഖമാണ് എന്നും പറഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് വിളവൊന്നും എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കാലാവസ്ഥയെ നോക്കി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ഉറങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം എന്തായാലും പച്ചക്കറി ഇല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ
നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓണത്തിന് കഴിവതും നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള പച്ചക്കറികൾ എടുത്തിട്ട് കറികളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പച്ചടി ഉണ്ടാക്കാൻ, അവിയലുണ്ടാക്കാൻ, തോരനുണ്ടാക്കാൻ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ജൂലൈ മാസത്തിലുണ്ടല്ലോ നമുക്ക് അമരവർഗ്ഗത്തിൽപ്പെട്ടതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പം കുറേ അമരവർഗ്ഗത്തിൽപ്പെട്ടതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചതുരപ്പയറുണ്ട്, അതേപോലെ തന്നെ കുറ്റിയമരയുണ്ട്, കുറ്റി ബീൻസ് ഉണ്ട്, പന്തലമരയുണ്ട്. ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അടുത്തടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഇപ്പോഴേ നമ്മൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ശീതകാല പച്ചക്കറികൾ നടാൻ സമയമായോ എന്നുള്ളത്. ശീതകാല പച്ചക്കറികൾ കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോഴേ നടാനും ആയിട്ടില്ല, പിന്നെ വിത്തുകളൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിത്തുകളൊക്കെ പാകിയാൽ മതി. ഓഗസ്റ്റ് ഒരു പകുതി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തൈകളൊക്കെ പറിച്ച് നടാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി നമ്മളിപ്പോൾ ശീതകാല പച്ചക്കറിയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം എല്ലാ സമയവും നമുക്ക് തക്കാളി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലൊക്കെ എനിക്ക് തക്കാളി പറിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നട്ടേക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പല ടൈപ്പിലുള്ളതായ തക്കാളിയുടെ വിത്തുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ കൃഷിഭവനിലൊക്കെ തൈകളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇഷ്ടംപോലെ തൈകളൊക്കെ ഓണ സീസണൊക്കെ വരുന്നത് കൊണ്ട് തൈകളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചോളം കൃഷിയാണ്. ചോളം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോഴേ ജൂലൈ മാസം എന്ന് പറയുന്നത്. അത് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പൂച്ചെടികൾ. പലതരത്തിലുള്ളതായ ചെടികളുടെ വിത്തുകൾ ഇപ്പം ലഭ്യമാണ്. അപ്പം ബന്ദിച്ചെടിയുടെ വിത്തുകളുണ്ട്, അതുപോലെ കോസ്മോസ്, ഗില്ലാഡിയ, പലതരത്തിലുള്ളതായ ബോൾസും, ഇങ്ങനെ പല ടൈപ്പിലുള്ളതായ പൂച്ചെടികളുടെ വിത്തുകളൊക്കെ ലഭ്യമാണ്. അപ്പം അതൊക്കെ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ ടെറസിലോ മുറ്റത്തോ ഒക്കെ നട്ടുപിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഓണസമയമൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇപ്പോൾ ഈ മഴയൊക്കെ അങ്ങോട്ട് മാറി നല്ലൊരു തെളിച്ചം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ പാറി നടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അപ്പം കുറച്ച് ചെടികളും ഒക്കെ നമ്മുടെ ഈ പച്ചക്കറികളുടെ ഒപ്പം തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയായിരിക്കും, നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 10 പച്ചക്കറികളെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് നമ്മുടെ ഓണസമയത്ത് നമ്മുടെ പറമ്പിലൂടെ നടന്ന് നമുക്ക് ആവശ്യമായ 10 പച്ചക്കറികളൊക്കെ വിളവെടുത്ത് കറികളൊക്കെ വെക്കുക. അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തിൻ്റെ അടുത്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. കമൻറ്റ് നിങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു കപ്പയാണ്, ഏത് കപ്പയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്, എന്താണെന്ന് അറിയത്തില്ല. വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്തവരാരും ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.